ഒരു പാർട്ടിയുമായിട്ടും സഖ്യത്തിനില്ല എന്ന് ടി.വി.കെ എൻ ഡി എയിൽ ചേരുമെന്ന വാർത്തകളും തള്ളി. വിജയെ എൻ ഡി എയിൽ എത്തിക്കാൻ പവൻ കല്യാൺ വഴി നീക്കങ്ങൾ നടക്കുന്നുവെന്നായിരുന്നു വാർത്തകൾ. പ്രതികരണമുണ്ട് ആദ്യമത്തിലേക്ക്. இதுக்கு முன்னாடி ஆண்டவங்களும் சரி பாஜகவுக்கு அடிமையா தான் இருந்திருக்கிறாங்க. சோ அவங்கள நம்பியும் ஒரு பிரயோஜனமும் இல்ல. இப்ப ஆண்டுகிட்டு இருக்கிற இந்த திமுக அரசாச்சும் நமக்கு ஏதாவது செய்வாங்கன்னு பார்த்தா இவங்களும் அவங்கள மாதிரியே தான். இன்னும் சொல்ல போனா ஒரு படி மேல, இன்னும் மோசம். அவங்களாச்சும் நேரடியா சரண்டர் ஆகி இருப்பாங்க, இவங்க மறைமுகமா சரண்டர் ஆகி இருக்கிறாங்க. அவ்வளவுதான் வித்தியாசம். நம்மளுடைய இந்த தமிழக வெற்றி கழகத்தை இந்த விஜய் கூட நிப்பான்னு நம்புறாங்க. நம்மள நம்புறவங்களுக்காக நாம நம்பிக்கையோட இருக்கணும்ல. அப்படின்னா இது முக்கியமான மிக 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 முக்கியமான ஒரு காலகட்டம் தானே. அதனாலதான் அவ்வளவு அழுத்தமா நான் சொன்னேன். அரசியலுக்கு வந்ததுக்கு அப்புறமும் சரி, ஆட்சி அதிகாரத்துக்கு வந்ததுக்கு அப்புறமும் சரி, ஒன்னே ஒன்னு சொல்ற, எழுதி வச்சுக்கோங்க. இதுக்கு முன்னாடி இருந்தவங்க மாதிரியோ இல்ல இப்ப இருக்கிறவங்க மாதிரியோ ஊழல் செய்யவே மாட்டான். കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, അഭ്യൂഹങ്ങളൊക്കെ തള്ളുകയാണ് വിജയ്. എന്താണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ? ഏത് വേദിയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം കൂടി നടത്തുന്നത്? എൻ ഡി എയുമായിട്ടടക്കം ഒരു കക്ഷികളുമായിട്ടും ഇപ്പോൾ ഒരു ബാന്ധവം അല്ലെങ്കിൽ കൈപിടിക്കുന്ന സമീപനം ഉണ്ടാകില്ല എന്ന് പറയുന്നത് എവിടെ വെച്ചാണ്? CBI കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് CBI കേസ് അന്വേഷണം നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ആ കുരുക്കിട്ട് വിജയെ NDA പാളയത്തിലേക്ക് എത്തിക്കാൻ BJP കേന്ദ്ര നേതൃത്വം ഇടപെടുന്നു എന്നുള്ളതായിരുന്നു ആരോപണം ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണമെല്ലാം TVK നേതാക്കൾ തള്ളിക്കളയുകയാണ്. യാതൊരു വിധത്തിലുള്ള ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല. NDA എന്നല്ല, ഒരു മുന്നണിയിലേക്കും തങ്ങളില്ല, ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് TVKയുടെ തീരുമാനം എന്നുള്ളതാണ് അതുപോലെ TVK നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനം 80 സീറ്റുകളും അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനവും NDA വാഗ്ദാനം ചെയ്തു എന്നായിരുന്നു വാർത്തകൾ ഉണ്ടായിരുന്നത്. ഈ വാർത്തകളെല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്നാണ് വിജയ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു നേതാക്കളെല്ലാം തന്നെ TVKയുടെ നേതൃത്വത്തിലുള്ള മറ്റു നേതാക്കളെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ ഇത്തരത്തിൽ യാതൊരു ചർച്ചകളും നടക്കുന്നില്ല എന്ന് അടിവരയിട്ട് പറയുന്നുമുണ്ട്. ഏതായാലും DMK പക്ഷേ പ്രതീക്ഷ കൈവിടുന്നില്ല. വിജയ് ഈ DMK വിരുദ്ധ വോട്ടുകൾ ചിന്നിച്ചിതറി പോകാതിരിക്കാൻ വിജയ് ഒരുപക്ഷെ സഖ്യത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് DMK നേതാക്കൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിജയ് വരികയാണെങ്കിൽ ആന്ധ്ര മോഡലിൽ ജനസേന പാർട്ടിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയ പോലെ TVKയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാനുള്ള ഒരു നീക്കം ഉണ്ടാകുമെന്ന് കൂടി DMK നേതാക്കൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം തള്ളുകയാണ് നിലവിൽ TVK നേതൃത്വം ചെയ്യുന്നത്. ശരി.